പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് തബഉ താബിഈങ്ങളിലൂടെ കൈമാറി വന്ന യഥാർത്ഥ ഇസ്ലാമിൻ്റെ നേർരൂപമായ കേരളത്തിലെ അതിൻ്റെ മുഖമാണ് പരിശുദ്ധമായ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ആ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. എന്നാൽ ഇതിനെതിരെ പുതിയ വാദങ്ങളുമായി കടന്നു വന്ന വഹാബി, സലഫിസ്റ്റ്, ബിദ്അഈ വിഭാഗങ്ങൾ അവർ ഈ സമൂഹത്തിന് എന്താണ് നൽകിയത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പല ഉദാഹരണങ്ങളിലെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ. ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തുവും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കിയാൽ ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ അവർക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ചങ്ങാതി ഇങ്ങനെ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം കാലങ്ങളായി ഈ കോളാമ്പി തുറന്നു വെച്ച് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. കേരളത്തിന്റെ പരിസരങ്ങളെ മലീമസമാക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ, യഥാർത്ഥ വിശ്വാസികളെ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞ് തങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദിന്റെ ആളുകളെന്ന് പറഞ്ഞാണ് പ്രചരണം. ചോദിക്കട്ടെ, അല്ല മൗലവി, താങ്കൾ ഇപ്പോൾ യഥാർത്ഥ വിശ്വാസിയാണോ, മുശ്രിക്കാണോ, അതോ മുവഹിദാണോ? അതൊന്ന് മാലോകരറിയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത, ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. ഇപ്പൊ അങ്ങനെയുണ്ട് കാര്യങ്ങള്. ഞാനാണ് തൗഹീദിന്റെ, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികളാണെന്ന് പറഞ്ഞ ഈ മൗലവി അടങ്ങുന്ന വിഭാഗം, ഈ മൗലവിയെ പോലും മറുവിഭാഗം മുശ്രിക്കാക്കിയിരിക്കുകയാണ്. ഇതൊരു ബേജാറാണ് മൂപ്പര് കാണിക്കണത്. അള്ളാഹുവിനെ പേടിക്കണമെന്ന്, പരലോകത്തെ പേടിക്കണമെന്ന്. എന്റെ മൗലവി, അവനവന്റെ തൗഹീദും ശിർക്കും ആദ്യം ശരിപ്പെടുത്തി. എന്തിനാണ് ഈ വഹാബി പ്രസ്ഥാനം തുടങ്ങിയതെങ്കിൽ ആ ഒരു ആദർശം പറയാൻ കഴിയാത്ത വിധം, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പറയാൻ കഴിയാത്ത വിധം ഒരു പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും പരിശുദ്ധ തിരുവചനങ്ങളെക്കുറിച്ചും ഒരു കഥയും കവായതയും ഇല്ലാത്ത കുറെ ഇങ്ങനത്തെ മൗലവിമാർ തൊള്ളയിട്ട് കീറാന്നല്ലാതെ ഈ ഉമ്മത്തിന് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇന്ന് മുവഹിദായ ആള് നാളെ മുശ്രിക്കാണ്. അങ്ങനെ എല്ലാവരും മുശ്രിക്കായിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആദ്യം തീരുമാനമാക്കിയിട്ട് പോരെ മൗലവി ബഹുമാനപ്പെട്ട സമസ്തയുടെ മക്കളെ ഈമാൻ പഠിപ്പിക്കാൻ, അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ബേജാറാകാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരം വിഷജന്തുക്കളെ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. ഇവർക്ക് എതിരെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത്. ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തണമെന്നാണ് ഈ ഉമ്മത്തിന്റെ സച്ചരിതരായ, അഗ്രേസരരായ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇവരെ കൊണ്ട് സമുദായത്തിന് ഉപകാരമല്ല ഉള്ളത്, ഉപദ്രവമാണ്. എന്തുകൊണ്ട്? ഇത്തരം വിഷം വമിപ്പിക്കുന്ന ആശയവും ആദർശവും പരിശുദ്ധമായ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ മേൽ ഉന്നയിച്ച് സമൂഹത്തിൽ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാക്കുക എന്നതാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഇത്തരം ആളുകളുടെ പ്രഭാഷണം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വെറുതെ പറഞ്ഞല്ല. കഴിഞ്ഞ കാലങ്ങളിൽ, ഈ അടുത്ത കാലങ്ങളിലല്ലേ നമ്മൾ വാർത്തകൾ, പല സംഭവങ്ങളും നമ്മൾ അറിഞ്ഞത്. ഭീകരവാദ സംഘടനകളായ
ISIS പോലെയുള്ള സംഘടനകളിലേക്ക് ആളുകൾ ചേക്കേറിയില്ലേ? ഏത് ആദർശത്തിന്റെ പിന്നാലെ പോയ ആളുകളാ? സമസ്തയുടെ മക്കളാണോ? അല്ല. ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ, ഇവിടെയുള്ള ഇന്റലിജൻസ് ബ്യൂറോകൾ, സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ഇതിന്റെ പിന്നിലുള്ള സ്രോതസ് ഏതാണ്? ഈ വഹാബിസം, ഈ സലഫിസ് ആശയം ഉൾക്കൊള്ളുന്ന ഇത്തരം വഹാബി മൗലവിമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് ദമ്മാജിലേക്കും മറ്റൊക്കെ ആടുമേക്കാനും തീവ്രവാദ സംഘടനയിലേക്കൊക്കെ ആളുകൾ പോയത്, പല ആളുകളെയും ഇവിടെ പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇവരുടെ ഇത്തരം ആശയങ്ങളെ കൊണ്ട് സമുദായത്തിനിടയിൽ വലിയ പ്രശ്നങ്ങളാണ്, ഇസ്ലാമിക സമൂഹത്തിന് വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കേവലം ഈ ഒരു ശിർക്കാരോപണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇയാളുടെ മുൻകാല പ്രഭാഷണങ്ങൾ ഓരോന്നും എടുത്തു നോക്കൂ. എന്തുമാത്രം വംശീയതയുടെ, എന്തുമാത്രം വെറുപ്പിന്റെ വർത്തമാനങ്ങളാണ് ഈ ചങ്ങാതി പറഞ്ഞിട്ടുള്ളത്. മറന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ഈ വാർത്തകൾ കേൾക്കണം. ഇസ്ലാമിന് സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. മുസ്ലിം സമുദായം, നമ്മൾ ഇപ്പൊ കർണാടക മുസ്ലിം സമുദായം RSSനൊന്നും ഒരിക്കലും പേടിക്കുകയേ ചെയ്യരുത്. ഒരു ഉപദ്രവവും നമുക്ക് ചെയ്യൂല, ദുനിയാവിലും ചെയ്യൂല, ആഖിറത്തിലും ചെയ്യൂല. നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇബ്ലീസിനെയും 2 മൊയ്ലിയാന്മാരെയും. ഈ 2 സംഗതി അല്ലാതെ മുസ്ലിങ്ങൾക്ക് പേടിക്കാൻ വേറൊന്നുമില്ല. മൂർഖമ്പാമ്പിനെ പോലും പേടിക്കണ്ട. അതിനടുത്ത് കഴുത്തിലിട്ടാൽ പോലും ഒരു മൊയ്ലിയാർക്ക് ഷെയ്ക്കൻഡ് കൊടുത്താൽ നരകത്തു പോകും. ഒരു പാമ്പിനടുത്ത് കഴുത്തിലിട്ടാൽ ചിലപ്പോൾ സ്വർഗത്തും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് കടുപ്പത്ത് പറയാണ്, നല്ല സ്ട്രോങ്ങിൽ. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുള്ളൂ. എന്തുകൊണ്ട് പിശാച് മനുഷ്യനെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്, മൊയ്ലിയാന്മാരും മനുഷ്യരെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഈ വസ്തുത മനസ്സിലായ എന്തുകൊണ്ടറിയോ? ഞാൻ അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക, അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകം. നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം. ഞാൻ പറയുന്നു, RSSന്റെ നേരൊക്കെ ഇങ്ങനെ കുതിര കയറുന്ന പോപ്പുലർ ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ മൊയ്ലിയാന്മാരെ ചങ്ങലക്കിടിക്കും. മുസ്ലിങ്ങൾ രക്ഷപ്പെടും. RSS കുത്തിയ സ്വർഗം കിട്ടും. മൊയ്ലിയാർ കുത്തിയ നരകത്തിലാ. മൊയ്ലിയാർ ആദർശം സ്വീകരിച്ച നരകത്തിലാ. RSSനോട് ഏറ്റുമുട്ടിയ ചിലപ്പോ സ്വർഗം കിട്ടും, ഈമാനുണ്ടെങ്കിൽ. ഓലൊരു പണ്ടത്ത് കത്തിയേറ്റി കൊടല് വലിച്ചു കഴിഞ്ഞാലേ ഷഹീദിന്റെ കൂലി കിട്ടും. ഒരു മൊയ്ലിയാരെ തോളിൽ കൈയേറ്റി ജീവിച്ച നരക. അത്രമേൽ വലിയ ശിർക്കാണ് ഒരു ദുനിയാവ് പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്നോടൊന്നും, നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വംശീയത നിറഞ്ഞ, വെറുപ്പ് നിറഞ്ഞ വർത്തമാനങ്ങളാണ്. മുസ്ലിം സമൂഹത്തിലെ ഈ ഉമ്മത്തിന്റെ ഈമാന് സംരക്ഷണം നൽകിയ മഹാന്മാരായ ഉസ്താദന്മാർ, ഹാലിമീങ്ങൾ, ഈ സമൂഹത്തിലെ വിശ്വാസികളായ സമൂഹത്തിലെ മക്കൾ, ആ പിഞ്ചു മക്കളുടെ കഴുത്ത് നെരിച്ച് കൊല്ലണമെന്നൊക്കെ പറയുന്നത്, ഇത്തരം ആളുകളെ നമ്മൾ അകറ്റി നിർത്തുകയല്ലേ വേണ്ടത്, അല്ലാതെ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നോ? ചില ആളുകൾക്ക് ഇപ്പൊ അങ്ങനെയാണ്. പുതിയൊരു ഇസ്ലാമിനെ, സങ്കര ഇസ്ലാമിനെ ഉണ്ടാക്കണം. അതുകൊണ്ട് വഹാബിസത്തിനെതിരെ ഒന്നും പറയാൻ പാടില്ല, സലഫിസത്തെ പറ്റി ഒന്നും പറയാൻ പാടില്ല, ഇത്തരം ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പറയുന്ന ആളുകളെ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഫാസിസം തലക്ക് മുകളിലാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉമ്മത്തിന്റെ ഈമാനെ കൊള്ള ചെയ്യുന്ന ഇത്തരം ആളുകൾക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇവർക്കെതിരെ നിരന്തരമായി നിതാന്തമായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ, അതിന്റെ അഗ്രേസരായ പണ്ഡിതന്മാർ. അത് ഖിയാമത്ത് നാൾ വരെ തുറന്നുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ തനതായ രീതിയിൽ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ. അവർക്ക് കവചമൊരുക്കാൻ ഇവിടുത്തെ ലക്ഷോപലക്ഷം അനുയായികളും പിന്നാലെയുണ്ട് എന്നത് വർത്തമാനകാല ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.